ഡിയർ സ്റ്റുഡൻസ്, ഇന്നലെ നമ്മൾ നിർത്തിയത് 25-ാമത്തെ പോയിന്റിലാണ്. 26 തൊട്ട് 33 വരെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ഈ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ? നമ്മൾ മലയാളത്തിൽ ഘർഷണം എന്നാണ് ഇതിനെ പറയാറ്. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ is the force acting on a moving body equal and opposite to the direction of motion of that body. ഒരു ബോഡിയുടെ പുറത്തുകൂടി മറ്റൊരു ബോഡി മൂവ് ചെയ്യുമ്പോൾ ആ മൂവ് ചെയ്യുന്ന ബോഡിയിൽ അതേപോലെ മൂവ് ചെയ്യാതെ ഇരിക്കുന്ന ബോഡിയിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോഴ്സ് മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ്. ഇതാണ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. വാട്ട് ഈസ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ? ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ മൂവിംഗ് ബോഡി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദാറ്റ് ബോഡി. അതായത് ഒരു ബോഡിയുടെ പുറത്തൂടെ മറ്റൊരു ബോഡി മൂവ് ചെയ്യുമ്പോൾ മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആ ബോഡിക്കിടയിൽ ഉണ്ടാവും. ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് ആസ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ ഒരു കല്ലിന്റെ പുറത്തൂടെ വേറെ ഒരു കല്ല് മൂവ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ട്. എണ്ണയുള്ള ഒരു പ്രതലത്തിലൂടെ മറ്റൊരു പ്രതലം മൂവ് ചെയ്യുന്നു. അവിടെ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ട്. ഇപ്പൊ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എല്ലാ സർഫസിന്റെ ഇടയിലുമുള്ള ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈക്വൽ അല്ല. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ സർഫസ്. ഇഫ് ദ സർഫസ് ഈസ് സ്മൂത്ത്, ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈസ് വെരി ലോ. ഇഫ് ദ സർഫസ് ഈസ് റഫ്, ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഗ്രേറ്റർ. അപ്പോൾ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എല്ലാ സർഫസിനും ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഒന്നു തന്നെയല്ല. സർഫസിന്റെ സ്മൂത്ത്നെസ് കൂടുമ്പോൾ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ കുറയും. ഇനി എന്തുകൊണ്ടാണ് ഈ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ടാവുന്നത്? രണ്ട് ബോഡീസും കോണ്ടാക്ട് ചെയ്യുന്ന രണ്ട് ബോഡീസിന്റെയും സർഫസിൽ ഇറഗുലാരിറ്റീസ് ഉണ്ട്. ഒരേപോലെയല്ല ബോഡി, അതിന് ഇറഗുലാരിറ്റീസ് ഉണ്ട്. The irregularities on the surface of bodies in contact is the real reason for the force of friction. ഇപ്പോൾ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്താണ്? ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ടാവാൻ എന്താണ് കാരണം? ഫോഴ്സ് ഓഫ് ഫ്രിക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം എന്താണ്? മനസ്സിലായില്ലേ? ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ മൂവിംഗ് ബോഡി. It is equal and opposite to the direction of motion of that body. It depends upon the nature of that body. If the surface is smooth, this force is less. When the surface is rough, this force is greater than that of when it is in smooth surface. It depends upon the smoothness. What is the reason for this force? It is because of the irregularities on the surface of contact. ഇനി 3 തരത്തിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ഒന്ന് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, മറ്റൊന്ന് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, മറ്റൊന്ന് റോളിംഗ് ഫ്രിക്ഷൻ. ഇതിൽ കൂടിയ ഫോഴ്സ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെതാണ്. അല്പം കുറവാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. അതിലും കുറവാണ് റോളിംഗ് ഫ്രിക്ഷൻ. രണ്ട് സാധനം മൂവ്മെന്റ് തുടങ്ങുമ്പോൾ, അതായത് മൂവ്മെന്റ് ലെസ് ആകുമ്പോഴാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. നമ്മൾ വലിച്ചു കൊണ്ടുപോകുമ്പോഴാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. നമ്മൾ ഉരുട്ടിക്കൊണ്ടുപോകുമ്പോഴാണ് റോളിംഗ് ഫ്രിക്ഷൻ. What are the 3 types of friction? One is static friction, sliding friction and rolling friction.
ഇതിൽ കൂടിയ ഫോഴ്സ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ഇനി നമ്മൾ ഈ ഫ്രിക്ഷൻ ഉള്ള കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ഞാൻ ഈ ബോർഡിൽ എഴുതിയപ്പോൾ ചോക്ക് ബോർഡിൽ പറ്റി പിടിച്ചത് ചോക്കും ബോർഡും തമ്മിൽ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ്. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ ഇത് തെന്നി നീങ്ങുമായിരുന്നു. ഇവിടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ഇവിടെ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ചവിട്ടുമ്പോൾ നമുക്ക് നിൽക്കാൻ പറ്റുന്നു, നമ്മൾ വഴുതി പോകുന്നില്ല, കാരണം ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ്. ഇപ്പൊ കബഡി പ്ലേയേഴ്സ് ഇടയ്ക്കിടയ്ക്ക് മണ്ണിൽ കൈ വെച്ചിട്ട് കൈ തമ്മിൽ ഒരയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തിനാ? ഗ്രിപ്പ് കൂടാനാണ്, അവിടെ ഫ്രിക്ഷൻ കൂടാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട ധാരാളം എക്സാമ്പിളുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഫ്രിക്ഷൻ കുറയ്ക്കാൻ നമ്മൾ എന്താ ചെയ്യാറ്? എണ്ണ പുരട്ടും. ഒരാൾ നമ്മളെ പിടിക്കരുത്, നമ്മൾ എന്താ ചെയ്യുക? മേത്ത് നല്ലോണം എണ്ണ പുരട്ടിയിട്ട് പോകും. ആര് പിടിച്ചാൽ നമ്മളെ കിട്ടില്ല, വഴുതി പോകും. ഓക്കെ, ഇനി നമ്മൾ ഈ ഫ്രിക്ഷൻ കുറയ്ക്കാൻ ഞാൻ പറഞ്ഞു എണ്ണ തേച്ചാൽ ഫ്രിക്ഷൻ കുറയും. വ്യാവസായികമായി അഥവാ നിത്യജീവിതത്തിൽ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് പല സ്ഥലത്തും ഫ്രിക്ഷൻ കുറയ്ക്കേണ്ടതുണ്ട്. അങ്ങനെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളെ ലൂബ്രിക്കൻസ് എന്നാണ് പറയുക. ലൂബ്രിക്കൻസ്. അപ്പൊ എന്താണ് ലൂബ്രിക്കന്റ് എന്ന് ചോദിച്ചാൽ എന്താണ് പറയുക? The substances which we use to reduce the friction. The substances which we use to reduce friction are called as lubricants. Different types of oils, grease, varnish. These are all examples of lubricants that we use in our daily life. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കാനുള്ളത്. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് 26 തൊട്ട് 33 വരെയുള്ള കാര്യങ്ങളാണ്. വാട്ട് ഈസ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ? ഈസ് ഫ്രിക്ഷൻ സെയിം ഫോർ ഓൾ സർഫസസ്? വാട്ട് ആർ ദ കോസസ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ്? How many types of frictions are there? Write some circumstances where force of friction are used. Which force does friction produce? Friction produces in a force. Why do kabaddi players rub their hands with soil? What is lubricants? Give 2 examples. ഇവിടെ ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ്, നിങ്ങൾ കൈ ഇങ്ങനെ കുറച്ച് സമയം വരച്ചു നോക്കുക, കയ്യിൽ എന്താണ് ഉണ്ടാവുക? ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ ഫ്രിക്ഷന്റെ ഫലമായിട്ട് ഫ്രിക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഹീറ്റ് എനർജിയാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഒരു 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എഴുതിയെടുത്ത് പഠിക്കാൻ കഴിയും. ഇന്നത്തെ കാര്യം ഇന്ന് തന്നെ പഠിക്കുക. സൺഡേയിൽ പരീക്ഷ ഉണ്ടാവും എന്ന കാര്യം ഓർക്കണം. ഇപ്പൊ സയൻസിൽ നമ്മൾ 33 പോയിന്റുകളാണ് കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇന്നത്തെ കാര്യം ഇന്ന് തന്നെ വൃത്തിയായി നോട്ട് എഴുതി പഠിക്കണം. സൺഡേയിൽ നോട്ട് തന്നെ കാണിക്കണം. ഓക്കെ, താങ്ക് യു.